രതിനിർവേദം എന്ന ചിത്രത്തിലൂടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭരതേട്ടൻ്റെ പിന്നെ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നില്ല. വളരെ വർഷങ്ങൾക്ക് ശേഷം, അതായത് 78-ൽ രതിനിർവേദം റിലീസ് ചെയ്തതിന് ശേഷം 82-83 കാലഘട്ടത്തിലാണ് പിന്നീട് രണ്ടാമതും ഭരതേട്ടൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്നത്. അത് ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിലായിരുന്നു. അതിൽ ഞാൻ മെയിൻ കഥാപാത്രമായിരുന്നില്ല. എല്ലാവർക്കും അറിയാം, ഭരത് ഗോപിയും മാധവിയും നെടുമുടി വേണുവൊക്കെ ആയിരുന്നു അതിലെ മെയിൻ കഥാപാത്രങ്ങൾ. അപ്പോൾ അതിൽ ഞാനൊക്കെ പങ്കെടുക്കുന്ന ഒരു പാട്ട് രംഗമുണ്ട്. അതിലൊരു ക്രിസ്മസ് സോങ് ആയിട്ട് അത് ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. അതല്ലാതെ ആ പടത്തിലെ ഏറ്റവും മനോഹരമായൊരു ഗാനമുണ്ട്, വാണിജ്യറാം പാടിയ മൗനം പൊന്മണി എന്ന് പറഞ്ഞ വളരെ മനോഹരമായൊരു ഗാനം. ആ ഭരത് ഗോപിയേട്ടനും മാധവിയും തമ്മിലുള്ള കല്യാണം നടക്കുന്നു, അവർക്ക് കൊച്ചുണ്ടാവാൻ പോകുന്നത്, അങ്ങനെ അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു റൊമാൻസും ഒക്കെ കാണിക്കുന്ന ഒരു രംഗം എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. അത് മദ്രാസിൽ ആയിരുന്നു ആ കംപ്ലീറ്റ് ആ സിനിമയുടെ ഷൂട്ടിംഗ്. അപ്പോൾ നീലാങ്കര എന്ന് പറയും, VGP ഗോൾഡൻ ബീച്ചിലേക്കൊക്കെ പോകുന്ന വഴിക്ക് നീലാങ്കര എന്ന് പറഞ്ഞിട്ട് ബീച്ചിൻ്റെ സൈഡിലുള്ളൊരു ഒരു വീട്, ആരുടെ ഒരു വലിയ ഒരാളുടെ പ്രസാദ് പ്രൊഡക്ഷൻസിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഗസ്റ്റ് ഹൗസാണ് ഗോപിയേട്ടൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തതും. അതിൻ്റെ മുന്നിൽ അദ്ദേഹം വളരെ മനോഹരമായ ഒരു വലിയൊരു ആർക്കിടെക്ചർ, ഒരു വലിയൊരു പ്രതിമയുണ്ടാക്കി വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർട്ടിസ്റ്റായിട്ടാണല്ലോ. പുള്ളി വലിയൊരു ശില്പിയായിട്ടൊക്കെയാണ് ഭരത് ഗോപി അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഭരതേട്ടൻ എന്നുള്ള ശില്പിയാണ് ശരിക്കും അത് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ശില്പവും ദിവസവും അവിടേക്ക് ഞങ്ങൾ ആ ഷൂട്ടിങ്ങിന് പോയിരുന്നതും അവിടെ ഓരോ ഷോട്ടുകൾ എടുത്തിരുന്നതും ഒക്കെ മറക്കാൻ സാധിക്കില്ല. ഒരു പ്രത്യേക വരി പാടിയിട്ട് ചരണത്തിൽ പാടി ഇങ്ങനെ നിർത്തുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുറേ വർണ്ണങ്ങൾ, ഭരത് ഗോപിക്ക് ശരിക്കും ചെവി കുറച്ച് കേൾക്കില്ല, അതിലങ്ങനെ സംസാരിക്കാനും വയ്യ, അങ്ങനെ ഒരു കഥാപാത്രമായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഭരതൻ എന്നുള്ള ചിത്രകാരൻ്റെയും ആർട്ട് ഡയറക്ടറും ഒക്കെ അതിലിങ്ങനെ പൊന്തി വരുന്നത്. പിന്നെ പെട്ടെന്ന് ഭരത് ഗോപി സംസാരിക്കുന്ന പോലെ മാധവിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ മനോഹരമായ ഒരു ഗാനചിത്രീകരണമായിരുന്നു മൗനം പൊന്മണി. തല നന്നായിട്ട് തോർത്തണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? തല ശരിക്ക് തോർത്തിയിട്ടില്ലെങ്കിൽ നീർവീഴ്ച വരില്ലേ? എന്താ പറഞ്ഞേ?